പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണിന്ന്. കണക്ക് എങ്ങനെയൊക്കെ എളുപ്പമാക്കാം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചുകൂടി പറയേണ്ടതുണ്ട്. അതിന്ന് പറയാം. കണക്കുകൾ ചെയ്യുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തെറ്റാതിരിക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം കണക്കുകൾ ചെയ്യാൻ. അതുപോലെ കണക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അത് വെറുതെ കാണാപ്പാഠം പഠിക്കാൻ ശ്രമിക്കാതെ അതെന്തുകൊണ്ട് അങ്ങനെ എന്ന് മനസ്സിലാക്കി എടുക്കണം. അങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞു തന്നില്ലെങ്കിൽ ചോദിക്കണം ടീച്ചറോട്. ടീച്ചർ അതെന്താ അങ്ങനെ, അതെങ്ങനെ ഈ റിസൾട്ട് കിട്ടിയത്? അങ്ങനെ അതിൻ്റെ ആ മൂല കാരണം മനസ്സിലാക്കി ആ രീതിയിൽ പഠിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ശരിയായ രീതിയിൽ എഴുതുകയും വേണം. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയാം. 2/3 ഗുണം 6 ചെയ്യണം. സാറിന് എങ്ങനെ എഴുതും? എന്നാൽ നമ്മൾ 3 ഇവിടെ ഒരു പ്രാവശ്യം പോകുന്നു, ഇവിടെ 2 പ്രാവശ്യം പറഞ്ഞു. 2 2 4. ശരിയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് പല കുട്ടികളിലും കണ്ടുവരുന്ന ഒരു പ്രവണത ഫ്രാക്ഷൻ, അതായത് ഭിന്നം ഇങ്ങനെ നേരെ എഴുതാതെ ഇങ്ങനെ ചരിച്ച് 2/3 ഗുണം 6. നിങ്ങൾ വീട്ടിലൊക്കെ ശരിയായിട്ട് ചെയ്യുമായിരിക്കും. പക്ഷെ അതുമ്പോൾ പരീക്ഷകളിലൊക്കെ ആകുമ്പോൾ പരീക്ഷയുടേതായ ഒരു ധൃതിയും ടെൻഷനും ഒക്കെ നിങ്ങളുണ്ടാവും. ഇങ്ങനെ കുഴപ്പം എന്താ? ഇങ്ങനെ നിങ്ങൾ കാണുമ്പോൾ 3 6 നേരെ ഒറ്റ വരയിൽ കാണും. അപ്പൊ നിങ്ങൾ അറിയാതെ അടുത്ത പ്രാവശ്യം ഇങ്ങനെ 2/3 × 6 18. 2 കൊണ്ട് ക്യാൻസൽ ചെയ്തിട്ട് 1/9. ഈ 4 ശരി ഉത്തരത്തിന് പകരം തെറ്റായ ഉത്തരമായ 1/9 ഞങ്ങൾ എഴുതുന്നു. അതുകൊണ്ട് പോസിറ്റീവും പ്ലസും ഒക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞതുപോലെ ഭിന്നങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരച്ച് തിരശ്ചീനമായിട്ട് വരച്ച് മാത്രം എഴുതുന്ന ഉറപ്പാക്കുക. സ്ലാഷ് ഇട്ട് എഴുതി കണക്കുകൾ ചെയ്യരുത്. നിങ്ങൾ അറിയാതെ തെറ്റിലോട്ട് നിങ്ങളെ കൊണ്ടുപോകും. അതുപോലെ കണക്ക് ചെയ്യുമ്പോൾ ചില വാല്യൂകൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ വാല്യൂ റീയൂസ് ചെയ്യേണ്ടി വരും, വീണ്ടും ഉപയോഗിക്കേണ്ടി വരും. അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എക്സ് ഗുണം വൈ, എക്സ് ടൈംസ് വൈ കണ്ടുപിടിക്കണം. നിങ്ങൾ ചെയ്തു വന്നപ്പോൾ എക്സിന്റെ വാല്യൂ 1/3 കിട്ടി, വൈയുടെ വാല്യൂ 6 എന്ന് കിട്ടിയതായിരിക്കും. ഒരു കുട്ടി ഇങ്ങനെ എക്സ് ടൈംസ് വൈ സമം 1/3 × 6. 3 ഇവിടെ ഒരു പ്രാവശ്യം, ഇവിടെ 2 പ്രാവശ്യം. ആൻസർ 82. പൂർണ്ണമായിട്ടും ശരിയാണ്. ഒരു കുട്ടി ആയിരിക്കുന്നു 1/3 ഇവിടെ വെച്ച് തന്നെ ഡെസിമൽ ആക്കാം. കിട്ടി 0.3333 അങ്ങ് പോകുന്നു. എക്സ് വൈ, എക്സിന്റെ വില 0.333 and so on ഗുണം 6. 0.33 and so on ഗുണം 6. 1.98 and so on. 2 കിട്ടേണ്ടടുത്ത് 1.98 കിട്ടി. ഇങ്ങനെയൊക്കെയാണ് കണക്കുകൾ തെറ്റുന്നത്. ഒരു കാര്യം ഓർക്കുക, ഒരു വേരിയബിളിന്റെ വില വീണ്ടും ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് ആ വാല്യൂ ഡെസിമലായിട്ട് കിട്ടുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ 0.5 അവസാനിക്കുന്ന ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡെസിമൽ വാല്യൂ റീയൂസ് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ 0.333 നീണ്ടു പോകുന്നതാണെങ്കിൽ ആ ഡെസിമൽ വാല്യൂ വീണ്ടും ഉപയോഗിക്കാതെ ആ ഫ്രാക്ഷൻ ഭിന്നം വേണം വീണ്ടും ഉപയോഗിക്കാൻ. എങ്കിൽ നിങ്ങൾ തെറ്റില്ല. ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഇതുപോലെ
മറ്റൊരു കാര്യം, പല കുട്ടികളും മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷെ അധ്യാപകരുടെ അടുത്ത് ചോദിക്കാറില്ല. അതായത് 2 ഘട്ടങ്ങൾ x+2 = 6, 2x = 6. ഇവിടെ x = 6 - 2, ഇവിടെ x = 6/2. രണ്ട് കേസിൽ ലെഫ്റ്റിൽ കിടന്ന 2 റൈറ്റിൽ പോയി. പക്ഷെ ഒരു കേസിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ പോയപ്പോൾ സൈൻ മാറി, മറ്റേ കേസിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ പോയപ്പോൾ സൈൻ മാറിയില്ല. എന്താ? ചില അവസരങ്ങളിൽ സൈൻ മാറുന്നു, ചില അവസരങ്ങളിൽ സൈൻ മാറുന്നില്ല. പരീക്ഷകളിൽ നിന്ന് ശ്രദ്ധിക്കാറുണ്ട്, സൈൻ മാറ്റണോ വേണ്ടേ? എന്താ ചില കേസിൽ സൈൻ മാറുന്നു, എന്താ ചില കേസിൽ സൈൻ മാറുന്നില്ല. ഇത് കുട്ടികൾ അധ്യാപകരുടെ സംശയം ഉണ്ടെങ്കിലും ചോദിക്കുന്നില്ല. ഇങ്ങനത്തെ സംശയങ്ങൾ വരുമ്പോൾ ചോദിക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. അതിന് കാരണമാണ് ആക്ച്വലി ഒരു വശത്തുള്ള നമ്പർ മറുവശത്ത് കൊണ്ടുപോകാൻ മാത്തമാറ്റിക്സ് റൂൾസ്, ഗണിതശാസ്ത്രം അനുവദിക്കുന്നില്ല. അതാണ് സത്യം. അപ്പൊ പിന്നെ ഈ നമ്പർ അങ്ങനെ അപ്പുറത്ത് പോയി പറയാം. നിങ്ങൾക്കറിയാം 5 = 5. രണ്ട് സൈഡിലും 2 ആഡ് ചെയ്ത് നോക്കും. 5+2 = 5+2, 7 = 7. ശരിയല്ലേ? രണ്ട് സൈഡിൽ 2 കൊണ്ട് ഗുണിച്ച് നോക്കൂ. 5 × 2 = 5 × 2, 10 = 10. ശരിയാണ്. രണ്ട് സൈഡും 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ. 5/5 = 5/5, 1 = 1. ശരിയാണ്. ലെഫ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ എന്താണോ അതേ ഓപ്പറേഷൻ റൈറ്റിലും ചെയ്യാമെങ്കിൽ ഒരു കുഴപ്പമില്ല, ആ ഉത്തരങ്ങൾ ശരിയാണ്. അതാണ് ഈക്വാലിറ്റി പ്രോപ്പർട്ടി, തുല്യതാ നിയമം. ആ നിയമം ഉപയോഗിച്ചാണ് ഇവിടെ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്. അതായത് എനിക്ക് ഇങ്ങനെ ഇടുന്നു x+2 = 6, അല്ലെങ്കിൽ x - 2 = 6. എനിക്കിവിടെ എക്സിന്റെ വില വേണം. ഈ +2 ആണ് അധികം പറ്റും. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സായ -2, ഇവിടെ x+2 ഓൾറെഡി ലെഫ്റ്റിലുണ്ട്, 6 റൈറ്റിലുണ്ട്. രണ്ട് സൈഡിലും ഞാൻ -2 ആഡ് ചെയ്യണം. അതാണ് ഈ x = 6 - 2. അല്ലാതെ ഈ ലെഫ്റ്റിൽ കിടന്ന 2 റൈറ്റിൽ പോയതല്ല. അങ്ങനെയാണ് x = 6 - 2 4 ആയത്. അതിനെ പലരും പറയുന്നു നമ്മൾ ലെഫ്റ്റിൽ കിടന്ന 2-നെ റൈറ്റിലോട്ട് ട്രാൻസ്പോസ് ചെയ്തു. അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. അതുപോലെ ഇവിടെ x - 2 = 6-ൽ ഈ -2 അധികം പറ്റായതുകൊണ്ട് രണ്ട് സൈഡിൽ ഞാൻ 2 ആഡ് ചെയ്തപ്പോൾ ഈ -2 + 2 പോയി. അപ്പൊ x = 6 + 2 = 8. ഇത് ഈ ലെഫ്റ്റിൽ കിടന്ന 2 അപ്പുറത്ത് പോയതല്ല, രണ്ട് സൈഡിലും ഞാൻ 2 ആഡ് ചെയ്തതാണ്. അതുപോലെ ഇനി മറ്റുദാഹരണം, എനിക്ക് 2x = 6. എക്സിന്റെ വില വേണം. ഈ 2 ആണ് വർഷക്കാരൻ. അതുകൊണ്ട് ചെയ്യുന്ന ആക്ച്വലി എന്താ, 2x = 6-ൽ രണ്ട് സൈഡ് ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ ഇവിടുത്തെ 2 ക്യാൻസൽ ആയി പോയി. x = 6/2 അഥവാ 3. ഇത് ഈ ലെഫ്റ്റിൽ കിടന്ന 2 റൈറ്റിൽ പോയതല്ല. ഇങ്ങനെ കാര്യങ്ങൾ കാര്യകാരണ സഹിതം പഠിക്കും. ഇനി നോക്കൂ, കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല. എന്താ ഇവിടെ നിങ്ങൾ -2 ആഡ് ചെയ്തതാണ്, അതുകൊണ്ടാണ് സൈൻ മാറി വന്നത്. അല്ലാതെ ഇപ്പുറത്ത് കിടന്ന 2-നെ അപ്പുറത്ത് കൊണ്ടുപോകാനൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ ഇവിടെ -നെ അപ്പുറത്ത് കൊണ്ടുപോയി പ്ലസ് ആക്കിയതല്ല, രണ്ട് സൈഡിലും +2 ചെയ്തതാണ്, ആഡ് ചെയ്തതാണ്. ഇവിടെ രണ്ട് സൈഡിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്, അല്ല ലെഫ്റ്റിൽ കിടന്ന 2-നെ റൈറ്റിൽ നിന്ന് കൊണ്ടുപോയതല്ല. അപ്പൊ ഇനി സൈൻ മാറ്റണോ വേണ്ടേ? ഇത്തരം കൺഫ്യൂഷൻ ഒന്നും നിങ്ങൾക്ക് വരില്ല. ഇങ്ങനെ എന്തും ഏതും കാര്യകാരണ സഹിതം പഠിക്കൂ. അതിന്റെ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ട് പഠിക്കൂ. അങ്ങനെയാകുമ്പോൾ പരീക്ഷ മുറിയിൽ നിങ്ങൾക്ക് ടെൻഷനും ഇല്ല,
ഒരു കണക്കും പ്രയാസവുമില്ല, കൺഫ്യൂഷനുമില്ല. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന ചിന്തകളും മറ്റ് അലട്ടുന്ന ഒരു ചിന്തയും നിങ്ങൾക്ക് വരില്ല. എളുപ്പമാവും. കണക്ക് 100% നിങ്ങൾക്ക് എളുപ്പമാവും. സുഖമായിട്ട് 100% മാർക്ക് വാങ്ങാം. അപ്പം ഇങ്ങനെയൊക്കെ പഠിക്കൂ. എന്ത് പഠിപ്പിക്കുമ്പോഴും ചോദിക്കണം ഹൗ, വൈ, അതെന്തുകൊണ്ട്, അതെന്തെങ്ങനെ, അതെങ്ങനെ, എപ്രകാരം, എന്തുകൊണ്ട് അത് പാടുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് പാടില്ല. ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കും. വെറുതെ കാര്യങ്ങൾ കാണാപ്പാഠം പഠിക്കരുത്. എങ്കിൽ ഗണിതം, മാത്തമാറ്റിക്സ് മറ്റു വിഷയങ്ങളെ പോലെ എളുപ്പമാണ്, ഒരു പക്ഷേ അതിനേക്കാൾ എളുപ്പമാവും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇങ്ങനെ നന്നായി പഠിക്കും.